എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സമ്പത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സാധാരണ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഒരുപാട് പണം, സ്വർണം അങ്ങനെയൊക്കെയല്ലേ? പക്ഷേ ഐശ്വര്യത്തിന് 8 മുഖങ്ങളുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് അഷ്ടലക്ഷ്മി മഹായജ്ഞം എന്ന വലിയ സങ്കല്പം. വരൂ, നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമുക്ക് ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും എന്താണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്? നമ്മളെല്ലാരും അത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ? പക്ഷെ എന്താണിത്? എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? മിക്കവാറും ആളുകളുടെ മനസ്സില് പണമായിരിക്കും വരുന്നത്. പക്ഷേ യഥാർത്ഥ ഐശ്വര്യം എന്നു പറയുന്നത് അതിലുമൊക്കെ എത്രയോ വലുതാണ്, കുറച്ചുകൂടി വിശാലമായ ഒന്നാണ്. അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങാം, അല്ലേ? നമ്മൾ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയെയൊക്കെ മാറ്റിമറിക്കുന്ന ലക്ഷ്മീദേവിയുടെ 8 ദൈവിക രൂപങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ അഷ്ടലക്ഷ്മി? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ലക്ഷ്മി ദേവിയുടെ 8 വ്യത്യസ്ത ഭാവങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതം വിജയകരമാവാൻ, പൂർണ്ണമാവാൻ പലതരം ഐശ്വര്യങ്ങൾ വേണം, അല്ലേ? ആ 8 തരം ഐശ്വര്യങ്ങളെയാണ് ഈ ഓരോ രൂപങ്ങളും പ്രതിനിധീകരിക്കുന്നത്. നോക്കൂ, ഈ 8 പേർക്കും ഓരോ റോളുണ്ട്. ആദ്യലക്ഷ്മി നമുക്ക് തരുന്നത് ആത്മീയമായ സമ്പത്താണ്, ഒരു തരം മനസ്സമാധാനം. പിന്നെ ധനലക്ഷ്മി, പേരുപോലെ തന്നെ പണവും സ്വർണവുമൊക്കെ. ധാന്യലക്ഷ്മി തരുന്നത് കാർഷിക സമൃദ്ധിയാണ്, അതായത് നമുക്ക് ഭക്ഷണത്തിനൊരു കുറവും വരില്ല. ഗജലക്ഷ്മി അധികാരവും പദവിയുമൊക്കെ തരും. നല്ലൊരു കുടുംബവും കുട്ടികളുമൊക്കെ വേണ്ടേ? അതിനാണ് സന്താനലക്ഷ്മി. എന്തു പ്രശ്നം വന്നാലും നേരിടാനുള്ള ധൈര്യം തരുന്നത് വീരലക്ഷ്മിയാണ്. പിന്നെ അറിവും കലയുമൊക്കെ തരാൻ വിദ്യാലക്ഷ്മി. എല്ലാത്തിലും വിജയമുറപ്പാക്കാൻ വിജയലക്ഷ്മിയും. അപ്പോ ഈ 8ഉം ചേരുമ്പോഴാണ് ജീവിതം ശരിക്കും സമ്പന്നമാകുന്നത്. കണ്ടില്ലേ, പണം അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ 8 തരം ഐശ്വര്യങ്ങളും നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പറ്റും? അതിനൊരു വഴിയുണ്ട്. അതാണ് ഒരു മഹത്തായ അഗ്നികർമ്മം. ഈ കർമ്മത്തെയാണ് നമ്മൾ അഷ്ടലക്ഷ്മി മഹായജ്ഞം എന്ന് വിളിക്കുന്നത്. ഈ 8 ലക്ഷ്മി രൂപങ്ങളെയും പ്രീതിപ്പെടുത്തി അവരുടെയെല്ലാം അനുഗ്രഹം ഒരുമിച്ച് നേടാനായി നടത്തുന്ന വളരെ വലിയൊരു ഹോമമാണിത്. ഇത് നമ്മൾ സാധാരണ കാണുന്ന പൂജ പോലെയല്ല, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ് ഈ വ്യത്യാസം? ഒരു മഹായജ്ഞമെന്ന് പറഞ്ഞാൽ അത് 1-2 മണിക്കൂർ കൊണ്ട് തീരില്ല. ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഒരുപാട് പുരോഹിതന്മാരിതിൽ പങ്കെടുക്കും. ഇതിന്റെ ലക്ഷ്യവും വളരെ വലുതാണ്. പക്ഷേ സാധാരണ പൂജകളോ? അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ തീരും. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഓരോ ചെറിയ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരിക്കും. ശരി, അപ്പോ ഈ യജ്ഞത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്? ഇതിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ആദ്യം തന്നെ ഇതിനായി പ്രത്യേകം ഒരു ഹോമകുണ്ഡം തയ്യാറാക്കി ശുദ്ധീകരിക്കും. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ നെയ്, താമരപ്പൂക്കൾ, പട്ട് അങ്ങനെയുള്ള വിശിഷ്ടമായ വസ്തുക്കൾ, അതായത് ഹവിസ്, അഗ്നിയിലേക്ക് സമർപ്പിക്കും. പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വേദമറിയുന്ന പണ്ഡിതന്മാർ ശ്രീസൂക്തം, അഷ്ടലക്ഷ്മി സ്തോത്രം പോലുള്ള ശക്തമായ മന്ത്രങ്ങൾ ചൊല്ലി ഈ 8 ദേവീരൂപങ്ങളെയും ആവാഹിക്കും. ഇത്രയും വലിയൊരു യജ്ഞം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചില പ്രതീക്ഷകളുണ്ടാകുമല്ലേ? എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇതിലൂടെ നമുക്ക് കിട്ടുക? നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണിത് കൊണ്ടുവരിക? ഇതിന്റെ പ്രധാന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം കിട്ടും. ജോലിയിലായാലും കുടുംബത്തിലായാലുമുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങും. പിന്നെ പണം മാത്രമല്ല, കൂടെ അറിവും ധൈര്യവും നല്ല ആരോഗ്യവും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് സാരം. ഇത് ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, ആ വീടിനും ആ സമൂഹത്തിനു മുഴുവനും ഒരു സമാധാനവും പോസിറ്റീവ് എനർജിയും കിട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിന്റെ ആകെ ഒരു ചുരുക്കം എന്താണ്? ഐശ്വര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുന്ന ഒരു വലിയ ആശയമാണിത്. ഇതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം: ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വശങ്ങളിലും അനുഗ്രഹം തേടുന്ന സമ്പൂർണ്ണ വിജയത്തിനായുള്ള ഒരു അനുഷ്ഠാനമാണ് അഷ്ടലക്ഷ്മി മഹായജ്ഞം. കണ്ടില്ലേ, സമ്പൂർണ്ണ വിജയം, അതാണ് ഇവിടത്തെ പോയിന്റ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നേടുന്നതല്ല, പകരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തലാണ്. അപ്പോൾ അവസാനം എന്റെ ഒരു ചോദ്യം, നമ്മളിപ്പോൾ സംസാരിച്ച ഈ 8 ഐശ്വര്യങ്ങളുണ്ടല്ലോ, അതിലേതാണ് നിങ്ങൾക്കിപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി തോന്നുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.